ഇതുകൊണ്ട് ലവ്ഡി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടേക്കാണ് മാഡം റെഡി ആവുന്നത്? ചുമ്മാ അർമാദിക്കാൻ മഴവിൽ മനോരമ അർമാദം. Hello, ladies and gentlemen. വെൽക്കം ബാക്ക് ടു ചാനൽ. Our happy face. അപ്പം again weekend ആയി. ഓരോ ആഴ്ച ഇങ്ങനെ ഇന്ന് വീക്കെൻഡ് ആയി എന്ന് പറയുമ്പോൾ ഒരു കഷ്ടപ്പാട്. സദാമാനില്ലാത്ത വീക്കെൻഡ്. നല്ല സദാമാനമുണ്ട്. സോ ഗൈസ്, മഴവിൽ മനോരമയുടെ സ്റ്റേജ് ഷോ കാണാൻ അർമാദം എന്നല്ലേ, മഴവിൽ അർമാദം എന്നുള്ള ഷോ കാണാൻ ഞങ്ങളിപ്പം പോവാ. It's happening in Sharjah, right? Sharjah. It's happening in Sharjah Expo City അല്ലേ? Expo Center. അവിടെ ഒരു ഷോ നടക്കുന്നുണ്ട്. So many stars like, you know, Rimi Tommy, പിന്നെ Amrita Suresh singer, and then we have a lot of artists, right? Yes. Coming for the show. അത് കാണാൻ പോവാ. ആൻഡ് ഓൾസോ ദീപ കുക്കു ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളത് അറ്റൻഡ് ചെയ്യാൻ പോവാ. ബാക്കി നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞ പോലെ വി ആർ ഗോയിങ് ഫോർ ദ മഴവിൽ അർമാദം ഷോ. 7 o'clock സ്റ്റാർട്ട് ആവുന്നത്. വി ആർ സ്റ്റാർട്ടിങ് ഓൺലി 4:30 ആയി. കുറച്ച് ഒരു സാധനം പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഓർത്തു കോഫിയും പിക്ക് ചെയ്യാനുണ്ട്. ബൈ ദ വേ കോഫി 1 hour ഓടുന്ന അവിടെ എത്താം. 5:30. I don't care. Okay. I need my coffee. That's it. അപ്പം കോഫിയും പിന്നെ വേറൊരു സാധനം പിക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വിൽ റീച്ച് ദ ലൊക്കേഷൻ ആൻഡ് ഞങ്ങൾ കുറച്ച് സ്നിപ്പറ്റ്സ് ഒക്കെ എടുക്കാം അവിടുത്തെ ഷോയിൻ്റെ. ആൻഡ് ദെൻ വിൽ ഷോ യു വാട്ട്സ് ഹാപ്പനിങ് ഓവർ ദേർ. നമ്മുടെ ഫസ്റ്റത്തെ ഇവന്റ് അല്ലേ ടുഗദർ നമ്മൾ ഒരുമിച്ച്. ഞാൻ പോയിട്ട് ചെറുപ്പത്തിൽ പോയിട്ടുള്ളതാ സ്റ്റേജ് ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. ഇത് നമ്മൾ അതിന് ശേഷം ഇതൊരു ഗ്രാൻഡ് സ്റ്റാൻഡേർഡ് ഒരു ഗ്രാൻഡ് പരിപാടി വന്നു അല്ലേ? നമ്മൾ കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് പോകുന്ന ഒരു എന്താ പറയാ ലൈവ് ഇവന്റ് സ്റ്റേജ് ഷോ. റൈറ്റ് സ്റ്റേജ് ഷോ. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് പോക്കറ്റ് റോഡ് എടുത്ത് പോകണം. അവളുടെ ഞാൻ കണ്ടുപിടിച്ചു മാപ്പില്. എന്താ പറയാ, കണ്ടോ? കോഫി കൊതി എഡ്നോക് സർവീസ് സ്റ്റേഷൻ. This is too much. എങ്ങനെ? Too much. No, before that what you did? എന്താ? അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്തു. മൈ ഐസ് കാരമൽ ലാറ്റി. പിസ്താഷ്യോ ആണോ? പിസ്താഷ്യോ വേണ്ട. പിസ്താഷ്യോ വേണ്ട ഇപ്പം. എന്താ ഇത്? വൈ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ മേടിച്ചു. ആൻഡ് ഇവിടെ ഒരാൾ കുനാഫ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു. ഇറ്റ് വാസ് എ സ്മോൾ പീസ്. നോ, ചെറുത്. അത്ര മതി. ഒത്തിരി ഇറ്റ്സ് ടു സ്വീറ്റ് ഓൾസോ. സോ പിന്നെ ഞങ്ങള് ഷുഗർ കട്ടാന്നല്ലോ. ഷുഗർ കട്ട് ചെയ്ത് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ കോഫിയൊക്കെ മേടിച്ചു. തിരിച്ച് ട്രാഫിക്കിലേക്ക് കണ്ടിന്യൂയിങ് ആ ജേർണി. ഷാർജയിലെത്തി കാണാം. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഷാർജ എക്സ്പോ സെന്റർ ഗേറ്റ് നമ്പർ 6 അടുത്തെത്തി. അപ്പൊ ഇനി നമുക്ക് 45 minutes ഉണ്ട് ഷോ സ്റ്റാർട്ട് ആവാന്. പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഷോപ്പിംഗ് ഇല്ല ഡിസ്കൗണ്ട് ഷോപ്പിംഗ് അതൊന്നുമില്ല. ഇന്ന് നമ്മുടെ പരിപാടി എന്താ, നമ്മുടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് പരിപാടി കാണുക. നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്. ഉള്ള സമയം നമ്മൾ യൂസ് ചെയ്ത് ഷോപ്പ് ചെയ്യണം. അല്ലേ? കണ്ട ഡെക്കറേഷൻസും പനയുടെ മുകളിലുള്ള ഈ പന കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നല്ല രസമുണ്ട് അല്ലേ? ഈ ഒരു വാക്ക് വേ ഡെക്കറേഷൻ എല്ലാം നടത്തി. And we can see a lot of people over here. ഞാൻ പറഞ്ഞില്ല അവിടെ ഓൾറെഡി come for shopping, I guess. അവിടെ ഓൾറെഡി ഇത് നടക്കുന്നുണ്ട്. കണ്ട ഒരു എന്തോ ഡിസ്കൗണ്ട് മേള പോലത്തെ എന്തോ നടക്കുന്നുണ്ട്. ഒരു എക്സിബിഷൻ ബ്രാൻഡഡ് ഐറ്റംസ് ഞാൻ തോന്നുന്നു. It's like the last time we came, no? വണ്ടി ക്ലോസ് ചെയ്യില്ലാന്ന് തോന്നുന്നു. ചെറിയ ഡൗട്ട്. നീ അവിടെ നിന്നോ. ഇത് എപ്പോഴും ഉള്ളതാ കേട്ടോ.
ഗോയിങ് ബാക്ക് ടു ചെക്ക് വണ്ടി ലോക്ക് ചെയ്തില്ലയോന്ന്. ഓ ലോക്കായിരുന്നു. ആയിരുന്നോ? ആയിരുന്നു എവറി ടൈം. ചുമ്മാ പറയണ എവറി ടൈം ഹാപ്പൻസ്. എവറി ടൈം ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ. നോണാ ഗൈസ്, അത് നോണാ പച്ചക്കള്ളം. അത് അവൾ പറഞ്ഞത് പച്ചക്കള്ളം. സോ ആർ യു എക്സൈറ്റഡ്? യെസ്, ഐ ആം എക്സൈറ്റഡ്. എക്സൈറ്റഡിനേക്കാളും ഒരു സന്തോഷമാണ് അല്ലേ നമ്മള്. അതിന് ഞാൻ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു പരിപാടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അടുത്തിരുന്ന് എന്തുവാടേ എന്തായാലും പോയി നോക്കാം. ഇവിടെ തന്നെ അല്ലേ പരിപാടി? അവിടെ പരിപാടി എവിടെ? ഷോപ്പിംഗ് പരിപാടി. മോമു, ഇത് നിനക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പരിപാടിയാവും. കാരണം റൈറ്റ് സൈഡിൽ ഷോപ്പിംഗ്, ലെഫ്റ്റ് സൈഡിൽ പരിപാടി, ലെഫ്റ്റ് സൈഡിൽ പരിപാടി, റൈറ്റ് സൈഡിൽ ഷോപ്പിംഗ്. പാലുകാച്ചൽ, കല്യാണം, പാലുകാച്ചൽ. ഇവിടെ ഇങ്ങനെ ക്രൗഡഡ് ആണ്. സ്പ്രിംഗ് ഷോപ്പ് ഷോപ്പർ സെയിൽ ഈസ് ഗോയിങ് ഓൺ ഗൈസ്. ലെഫ്റ്റിലുണ്ട്, നല്ല അതേപോലെ റൈറ്റിലുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഷോപ്പിങ്ങിന്റെ പരിപാടി നടക്കുകയാണ്. അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് പോകണോ സ്റ്റേജ് ഷോന് പോകണോ? സമയമുണ്ട് സ്റ്റേജ് ഷോയ്ക്ക്. So what do you guys think? നമ്മൾ ഷോപ്പിംഗ് ചെയ്യണ്ടേ ആ സമയം? വേണ്ട, നമ്മൾ സ്റ്റേജ് ഷോയിൽ പോകണ്ടോ? അതുകൊണ്ട് അവിടെ നമ്മുടെ ഷോ നടക്കുന്നത് സ്റ്റേജിലെ ഇവന്റിലേക്കുള്ള ക്യൂ. ഇറ്റ്സ് എ long queue. The event is going to happen over here. Then entry ആകുന്നു. കൈമ സ്റ്റാമ്പിംഗ്. See? Wow. Okay, thank you. For me? So it's going to get the stamp for me. Oh. Thank you. Thank you. Thank you. Thank you. സോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി. സോ VIP ടിക്കറ്റ് കിട്ടിയത് കൊണ്ടും ഞങ്ങൾ അങ്ങനെ കയറി. ഇത് എങ്ങോട്ടാ പോകുന്നത്, എവിടെയാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ അകത്ത് കയറി. വലിയ വിതർമ്മിച്ച് കിടക്കുന്ന ഒരു ഹോളാണ് അല്ലേ? ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് നൈസ്. നമ്മുടെ പരിപാടി ഉണ്ടോ അവിടെ? വേണമെങ്കിൽ പരിപാടി എന്ത് പരിപാടി? എന്ത് പരിപാടി? സോ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്റ്റേജ് ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? ലൈറ്റിംഗ് കാര്യങ്ങളുണ്ട്. സൂപ്പർ, റിയലി നൈസ്. അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയർസ് എല്ലാം ഇട്ടിട്ട് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ആളുകളായാലും കാര്യങ്ങൾ നോക്ക്. നമ്മൾ VVIPs ആണ്. See? Yeah. So I am a VVIP today. Thank you. So see, which we are room? going for the VVIP. നിങ്ങളുണ്ടെങ്കിൽ പിന്നെ പരിപാടി പൊളിയല്ലേ? എൻ്റെ അമ്മോ, സൂപ്പർ പരിപാടി, സൂപ്പർ പരിപാടി അല്ലേ? എൻ്റെ അമ്മ, ആൾക്കാരൊക്കെ കണ്ട് കോരിത്തരിപ്പിച്ചു. ഈച്ച് ആൻഡ് എവരി എന്താ പറയാ, ഒന്നും ഒഴിവാക്കാനില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒഴിവാക്കാനില്ല. ഈവൻ ഓരോ പാട്ടായാലും ഡാൻസ് ആയാലും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒത്തിരി എൻജോയ് ചെയ്തു. നോ വേ. റിയലി എൻജോയ്ഡ് എ ലോട്ട്. കാർത്തിക് ആയാലും, വിജയ് യേശുദാസ്, റിമി ടോമി, എല്ലാരും കയ്യിലെടുത്തു. അവര് സൂപ്പർ ആയിരുന്നു. അത് പറയണ്ടല്ലോ, ലാസ്റ്റത്തെ അവരുടെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായാലും എൻ്റെ അമ്മോ സൂപ്പർ ആയിരുന്നു. മിസ്സായി, അതായത് നമ്മള് മിസ്സായിന്നല്ല, കാണാത്തവർക്ക് മിസ്സാവും. അതേപോലെ മറക്കില്ല. നമുക്ക് നല്ല സീറ്റിംഗ് കിട്ടി, ഫസ്റ്റിലായിരുന്നു. എന്തുകൊണ്ടും സൂപ്പറായി, ഒന്നും ഒഴിവാക്കാനില്ല. എല്ലാവരുടെയും പരിപാടികൾ ഒന്നിനൊന്ന് മെച്ചം. പിന്നെ നമുക്ക് അടിപൊളി. ഇതിൽ പരിപാടി മുഴുവൻ കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് മഴവിൽ മനോരമയുടെയാണ്. അപ്പോൾ അവർ TV ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണേണ്ടി വരും. അതുകൊണ്ട് സോറി ഗായ്സ്. കാർത്തികിൻ്റെ ഒക്കെ ഒരു മാല ആ പാട്ടിൽ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഫുൾ ഓഡിയൻസ് ഇളകി മറിയായിരുന്നു അല്ലേ? എൻ്റെ അമ്മേ, അവൻ്റെ പഴയ നൊസ്റ്റാൾജി പാട്ടുകളായാലും കാര്യങ്ങളായാലും സൂപ്പർ ഇവൻ്റ് ആയിരുന്നേ. താങ്ക്സ് ഫോർ മഴവിൽ മനോരമ.
അങ്ങനെ പറഞ്ഞു. താങ്ക്സ് ഫോർ കുക്കു ദീപ, അതാണ് മെയിൻ. അങ്ങനെ പരിപാടി കഴിഞ്ഞു, ഇവന്റ് കഴിഞ്ഞു, ക്ഷീണായി. സത്യം പറഞ്ഞ വിശന്നിട്ട കയറിയത് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു അത്. പക്ഷേ പരിപാടിയിൽ നമ്മള് വിശപ്പായി, പക്ഷെ നമ്മള് വിശപ്പ് അറിഞ്ഞില്ല, സമയം പോണത് അറിയുന്നില്ല. നമ്മള് ഭയങ്കര രസമായിട്ട് പെർഫോമൻസ് ഒക്കെ അത്രയ്ക്ക് എൻജോയ് ചെയ്തു. ദാറ്റ്സ് വൈ ഞങ്ങൾക്ക് നോക്കില്ല, ഇടയ്ക്ക് സമയം നോക്കിയപ്പോ ഇറ്റ് വാസ് ലൈക്ക് 9 o'clock. ഇത്രയും പെട്ടെന്ന് തുടങ്ങിയ നേരത്തെ ഞാൻ നോക്കി, പിന്നെ ഞാൻ നോക്കിയപ്പോ 9, പിന്നെ കഴിഞ്ഞ് നോക്കുമ്പോ 10:30 11 മണിയായി. 11 മണിയായപ്പോ എനിക്ക് മനസ്സിലായി ഏകദേശം. ഒന്നും അറിഞ്ഞില്ല, അത്രമാത്രം എൻജോയ് ചെയ്തു. എല്ലാരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു പരിപാടി. അതാണ് ഈ പാട്ടുകാരൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഈ വിജയസുദാസ് ആയാലും കാർത്തിക് ആയാലും അവരൊക്കെ ആൾക്കാരെ ശരിക്കും കയ്യിലെടുക്കും. റിമി ടോമി, പിന്നെ ആരും പറയാനില്ല. അതായത് അവരൊക്കെ നമ്മുടെ സമയം നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. അവര് നമ്മൾ ശരിക്ക് ഇൻവോൾവ് ആക്കുക. അതന്നെ അങ്ങനെ പറയണം, അതാണ് അതിന്റെ ശരിയായ രീതി. നമ്മളവർ ഇൻവോൾവ് ചെയ്യിച്ച് അടിപൊളിയായിട്ട് പരിപാടി. ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്ന ആ വിശപ്പിന്റെ വിളി വല്ലാതെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മള് വയറ് നിറച്ച് കഴിക്കണം. നല്ല ഇപ്പൊ നടക്കില്ല, ഫുൾ ചിക്കൻ വേണ്ട, നമുക്ക് ചിക്കനും ഷവർമയും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു നോക്കാം. നമുക്ക് നേരെ അപ്പം ഇങ്ങോട്ട് പോകാം. ഇനി അറൂസ്